ചേട്ടാ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ്. ഞങ്ങൾ 16 വർഷം മുമ്പ് ഒളിച്ചോടിയ ആൾക്കാരാണ്. അന്ന് ഞാനന്ന് എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത്. അങ്ങനെ രജിസ്ട്രേഷൻ ഇതിനെപ്പറ്റിയൊക്കെ വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അങ്ങനെ ഒന്നുണ്ടായത്. പിള്ളേർ ഒരാൾ 10ലും ഒരാൾ 9ലുമായി, വൈഗ വേഗ. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ കൂടി കല്യാണം കഴിച്ചെന്ന് മാത്രമല്ല, റെക്കോർഡിക്കലായിട്ട് നമുക്കൊരു രേഖ ആവശ്യമാണ്. പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമാകും. അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ ആൾക്കാരുടെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തൊരു കല്യാണമാണ്. ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ മക്കളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കരമായിരുന്നു. അവരുടെ സ്കൂളിലെ കുട്ടികളൊക്കെ അവർ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത പിള്ളേരാണല്ലോ, അച്ഛൻ്റെ അമ്മയുടെ കല്യാണം ഒന്നും കൂടെ കാണാൻ പറ്റില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത്. അത് വലിയ സന്തോഷമാണ്. ചേച്ചിക്ക് എന്താണ് പറയുന്നത്? സന്തോഷം. പിന്നെ അന്ന് വന്നപ്പോൾ എൻ്റെ വീട്ടുകാരില്ലെങ്കിലും ഇപ്പം എല്ലാവരുടെ സമ്മതത്തോടു കൂടി രണ്ടാമതൊന്നും കൂടി കല്യാണം. ഭയങ്കര സന്തോഷം. ഞാൻ കല്യാണം കഴിച്ച് ഒരു വർഷത്തോളമാണ് അവരൊക്കെ ഇട്ട് അകന്നു നിന്നുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഇത്രയൊക്കെ മാറി. പിന്നെ ഭയങ്കര സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ കല്യാണം കാണാൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇവളുടെ അച്ഛൻ അന്ന് ജീവിച്ചിട്ടുണ്ട്. ഇതിനും വരാൻ പറ്റത്തില്ല, ആരോഗ്യസ്ഥിതി വെച്ചിട്ട് പറ്റില്ല. പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അറിയും. ഞങ്ങൾ ആരും അറിയിക്കാതെയാണിത് പ്ലാൻ ചെയ്തത്. എല്ലാവരും അറിയിക്കണ്ട. അത് പ്ലാൻ്റെ അകത്ത് 2-3 സുഹൃത്തുക്കളോട് സാക്ഷ്യപ്പെടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ്. പിന്നെ ആൾക്കാരെ അറിഞ്ഞു വരുള്ളൂ. നിങ്ങൾക്ക് അറിഞ്ഞു വന്നതാണ്. ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വധു വിവാഹിതയാവുന്നു, അല്ല എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ രാവിലെ വിളിച്ച് ആദ്യം വിളിച്ചത് തന്നെ ബോബൻ സാമുവൽ എന്ന ഡയറക്ടറാണ്. കല്യാണമൊക്കെ എന്താ ഞങ്ങൾ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരേ വിളികളിങ്ങേയിരിക്കും. അപ്പോൾ പരാതികളുണ്ടാവും. പക്ഷേ ഇത് ഞങ്ങൾ പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഇതിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷുകാരുടെയൊക്കെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. എടാ, നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടൂട്ടാ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് ബാധകമാണ്. അപ്പോൾ റെക്കോർഡിക്കൽ കല്യാണം നടന്നത് KLS ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഒരുപാട് കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ്. അന്ന് ഞാൻ നമ്പർ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത് പോരാ, ഒരു രജിസ്ട്രി ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് ചെയ്തതാണ്. എല്ലാവരും തന്നെ കല്യാണത്തിന് പങ്കെടുത്തതിന് എനിക്ക് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. ഈ രണ്ടാം വിവാഹത്ത് എങ്ങനെ നോക്കി കാണുന്നു? രണ്ടാം വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവള് കൂടെ ഉള്ളതുകൊണ്ട് അതെ അത് എൻ്റെ വിവാഹമായിട്ട് എനിക്ക് വേണ്ട. ഒരു വിവാഹം കഴിക്കുക, ഒരു കല്യാണ പെണ്ണായിട്ട് വരിക എന്നൊക്കെ ഉള്ളത് ഒരു വലിയ മോഹങ്ങളാണ്. അന്ന് ഒരു ചുരിദാർ എടുത്തിട്ട് വഴിയിൽ വന്നിട്ട് അവിടെ നിന്ന് വഴിയിൽ തട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പം ഒരു പെണ്ണ് വളർന്നു വരുമ്പോൾ അവരുടെ കല്യാണം, അവരുടെ മോഹമൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഉണ്ടാവില്ല, 16 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി അച്ഛൻ്റെ അമ്മയുടെയും കാലൊക്കെ അവരുടെ കാര്യങ്ങൾ കിട്ടുക പെണ്ണിൻ്റെ സ്വപ്നമാണ്. സ്വപ്നം ചെറുതായിട്ട് ഇന്ന് നടന്നു. ഞങ്ങളുടെ അടുത്ത സ്ഥലത്തുള്ള മഞ്ജുവാണ് ഞങ്ങൾ ഭാര്യയ്ക്ക് തന്നത്. ഞങ്ങളുടെ ചേച്ചിനെ പോലെ, ഉള്ള ചേച്ചിനെ പോലെ ഉള്ളത് അതാണ്. അപ്പം ഒരു സന്തോഷമായിട്ട് നടന്നു.